ആ ഇതാണ് ശരിക്കും വീഡിയോ ശരിക്കും കാർട്ടൂണിന്റെ വീഡിയോ ആണല്ലോ. ഹായ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാളെ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഒരു 5:45 6 മണി ആവാറായിട്ടുണ്ട്. പിന്നെ രാത്രിക്ക് നമ്മൾ അച്ഛനും അമ്മേനെയും കുഞ്ഞിനെയും അച്ഛനും കുണുക്കനെയും കുണിക്കനെയും ഇപ്പം എൻ്റെ കാത്തുവിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും വരും. കാത്തുവിന് വരുമോ എനിക്കറിയില്ല, കാരണം ഞാൻ ഇന്ന് 2 വട്ടം വീട്ടിലേക്ക് പോയി കാത്തുവിനെ വിളിച്ചപ്പോൾ ആൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ആൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൾ വരുമോ എനിക്കറിയില്ല, അവൾ ഇങ്ങോട്ട് വരുന്നില്ല അത്രേ. ബാക്കിയുള്ളവരെന്തായാലും വരും. അപ്പം ഞാനിന്ന് കുറേ പണിത്തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കാം എന്നുള്ള പ്ലാനിലാണ്. ഇനി അമ്മയും അച്ഛനും ചാടി കയറി പോകുമെന്നറിയില്ല. അച്ഛനോടും കുഞ്ഞിനോടൊക്കെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോഴേക്കും നമുക്ക് റൂമും ബാക്കിയുള്ള സ്ഥലങ്ങളും എല്ലാം സെറ്റാക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ചിക്കൻ മസാല പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്ത് വറക്കാനും കറി വയ്ക്കാനും റോസ്റ്റ് ചെയ്യാനൊക്കെ എടുത്ത് ചെയ്യുക. പിന്നെന്താ പരിപാടി? പിന്നെ ഒന്നുമില്ല. പിന്നെ നമുക്ക് മേലൊക്കെ നനച്ചായിരിക്കും വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ ഞാനിവിടെ സെറ്റ് ചെയ്തെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ വീട് ഫുൾ ക്ലീനാണ് ഇന്ന്. അപ്പോൾ ഒരുപാട് പേരെ ഹോം ടൂർ ചോദിക്കണം. അപ്പോൾ ഹോം ടൂറായിട്ടൊന്നുമല്ല, ചുമ്മാ റൗണ്ട് ചെയ്ത് വീട് ഫുള്ളും കാണിച്ചു തരാമെന്ന് മാത്രം. ഓക്കെ, വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെൻ്റെ ഐഡിയ ആണ്, എൻ്റെ മാത്രം ഐഡിയ ആണ്. ഇന്നിവിടെ വോൾട്ടേജിൻ്റെ പ്രശ്നം കൊണ്ട് ലൈറ്റ് ഭയങ്കര കുറവാട്ടാ. അപ്പോൾ അതവിടെ നമ്മളെ 14 കയറി വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ പിന്നീട് ഇങ്ങനെ ഒരു ചെറിയ മാലയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതാണെന്നുള്ള ട്രീയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് എഴുന്നേറ്റിട്ടിടും, എനിക്കറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ നേരെ ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഞാൻ ഓണാക്കട്ടെ. ഇങ്ങനെയാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് അലങ്കോല പണികളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ കുട്ടിയപ്പനാണ്. എങ്ങനെയുണ്ട്? അങ്ങനെ അതാ ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂമുണ്ട്. ഇവിടെ നമ്മുടെ സാമി റൂമും പിന്നെ നമ്മൾ കുറച്ച് കാത്തുൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അധികം ഉള്ളിലേക്ക് കയറി കാണിക്കുന്നില്ല. പിന്നെ പ്രമോഷൻ്റെ ഐറ്റംസ്, നമ്മളെ പെട്ടികൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതവിടെ ഫുള്ളും നമ്മളെ ഫോട്ടോസാണ്. അപ്പോൾ ഇത് ഞങ്ങളെ റൂമാട്ടോ. അപ്പോൾ ഇതൊന്ന് കുഞ്ഞിനും അച്ഛനും വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് ഇതാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഞാൻ ഇങ്ങോട്ടാട്ടോ നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ചെയ്ത സെറ്റിങ്സാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ ഫുൾ ലുക്ക് കാണിട്ട് ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടേക്ക് താമസം മാറുമ്പോൾ ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ എന്നോട് ചെയ്യിപ്പിച്ചൊരു കാര്യം കേട്ടോ. പിന്നെ ഇപ്പുറത്ത് അടുത്ത റൂം. ഇവിടെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെ ബെഡ്ഷീറ്റൊന്നും ഇടാറില്ല, കാരണം ഇവിടെ ആരും കിടക്കാനില്ലാത്തതുകൊണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളും അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കിടക്കാന്ന് വെച്ചിട്ട് ഇവിടെയും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മേക്കപ്പ് ഏരിയ. ഞാൻ മേക്കപ്പ് ചെയ്യാറ് ഇവിടെയാണ്. ഞങ്ങൾ കിടക്കുന്ന ആ റൂമിലാണെങ്കിലും ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂമിലേക്ക് വരും. അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ അതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇവിടെ ആയിട്ട് വെച്ചിരിക്കണ്. അപ്പം ഇതാണ് നമ്മളെ ഹോം ടൂർ എന്ന് പറയണ പോലെ ഉള്ള സ്ഥലങ്ങൾ. അപ്പം നമ്മൾ വീടാകെ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ നമ്മളെ കാത്തുണ്ട്, ഫോട്ടോ ഉണ്ട്. ഇത് പിന്നെ എൻ്റെ കിച്ചനാണ്. കിച്ചൺ സാധാരണ ഇത്ര അലങ്കോലമായിട്ട് ഇരിക്കാറില്ല. ഇത് ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. നമ്മളിന്ന് ഒരു ഉച്ചയാകുമ്പോൾ ചേച്ചിനെ അടിച്ച് തുടയ്ക്കാൻ വേണ്ടി മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചേച്ചി പുതിയതായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് ഒക്കെ ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിനിറ്റ് ഇരുന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലേദിവസം 23-ാം തീയതി ഉച്ച തൊട്ട് തുടങ്ങിയ പണി ഇപ്പോൾ 25-ാം തീയതി രാത്രി 11 മണിക്കാണ് തീർന്നത്. അത്രയും ടൈം ഞാൻ ഫുൾ ടൈം ഓടിക്കൊണ്ട് കിടക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ സാധാരണ വീട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് കുറച്ച് നേരം വന്ന് കിടക്കുന്ന ഒരാളാണ്. ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ കാലുവേദനയൊക്കെ വന്നാലും ഇവരെല്ലാവരും വരുന്നതിൻ്റെ സന്തോഷം കൊണ്ടാണ് തോന്നുന്നു. എനിക്ക് ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പം ഞാൻ വേഗം ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള സബോളയും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാം കേട്ടോ. ഞാൻ തന്നെ കുറച്ച് നേരത്തെ തന്നെ അല്ലാത്തതിനുള്ള സബോളയും കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നാളെ അതിന് വേണ്ടി ടൈം കളയണ്ടല്ലോ.
നാളേക്കും ഇന്നത്തേക്കുള്ളതൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളെ കിച്ചൺ കുറച്ച് ചെറുതാണ്, അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല, ആകെ തിക്കായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം എന്നോട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടി. ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ കറണ്ട് പോവും. അതേപോലെ തന്നെ ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി വീഡിയോയുടെ ലാസ്റ്റ് തന്നെ വരുന്നുണ്ട്. കാരണം ക്രിസ്മസിൻ്റെ അന്നത്തേക്കുള്ള ബീഫ് വേവിക്കണത് ഞാൻ ലാസ്റ്റിൽ ഇട്ടുണ്ട്. ഇത് നമ്മൾ തലേദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ രാത്രി ആകുമ്പോഴാണ് പിറ്റേ ദിവസത്തേക്കുള്ള ഞാൻ വേവിച്ച് വെച്ചത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കാണാം. പിന്നെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1.5 സബോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് വാടി കിട്ടും. ഞാനപ്പോൾ അത് ഇളക്കണതിൻ്റെ അപ്പുറത്ത് ഇതിന് വേണ്ട തക്കാളി, സബോള കാര്യങ്ങളൊക്കെ ഞാൻ നന്നാക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം വരും, ഷെബിനെ സഹായിച്ചൂടെയെന്ന്. ഷെബിന് അപ്പുറത്ത് വേറെ കുറേ ഒതുക്കണ പരിപാടികൾ, അപ്പോൾ അവർ ഒരുമിക്കും. അങ്ങനെ ഓരോന്നും. പിന്നെ അവൻ ചപ്പാത്തി മേടിക്കാൻ പോകുക, അത് മേടിക്കാൻ പോകുക, അങ്ങനെ ഫുള്ളും അവൻ ഓട്ടത്തിലാണ്, അല്ലാതെ എന്നെ ഒറ്റയ്ക്ക് കിട്ടുന്നതല്ല. ആ നേരത്താണ് എൻ്റെ ചേച്ചി വിളിച്ചത്. പിന്നെ ഞാൻ ഫുൾ സംസാരം. പിന്നെ എനിക്ക് പണിയെടുത്തതേ ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മളെ കാത്തുൻ്റെ സീരിയലിൽ കാത്തുൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന മൃദുലേച്ചിയാണ്. അപ്പോൾ ചേച്ചി വിളിച്ചു. അപ്പോൾ ചേച്ചിയോട് ഭയങ്കര സംസാരമാണ്. ചേച്ചിയുടെ ഉണ്ണിക്ക് എനിക്ക് തോന്നുന്നു 3 വയസ്സാണ്. അപ്പോൾ നമ്മളെ കാത്തുമ്മയായിട്ട് 1 വയസ്സിനെ മാറ്റുള്ളൂ. പക്ഷെ കാത്തുമ്മയും തനും ഭയങ്കര സെറ്റാട്ടോ. അവർ ഭയങ്കര കമ്പനിയാണ്. എന്താ പറയുക, ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം അങ്ങോട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ അവർ തമ്മിൽ ഭയങ്കര സെറ്റാണ്, ഭയങ്കര സ്നേഹം. രണ്ടാൾക്കും അങ്ങോട്ട് ഇടും. അതേപോലെ രണ്ടാളും ഒരേ ഷേപ്പാണ്. ശരിക്കും കൊണ്ട് ചേച്ചി അനിയത്തിയാണെന്ന് പറയുള്ളൂ. സെറ്റിൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അറിയാതെ സെറ്റിലേക്ക് വീഡിയോ ഷൂട്ട് കാണാൻ വരുന്നവരൊക്കെ ഇത് ട്വിൻസ് ആണോ എന്നൊക്കെ ചോദിക്കും. അവർ മാത്രമല്ല കേട്ടോ, ഞാനും ചേച്ചിയാണെങ്കിലും ചേച്ചി അനിയത്തി എന്നുള്ളൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ ആര് വിളിച്ചാലും ഞാൻ വീഡിയോ കോൾ, ഇപ്പോൾ ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അവളുള്ള ചേച്ചിയുടെ അമ്മേനും അനിയത്തിനും എല്ലാവരും ഞങ്ങൾക്ക് കമ്പനി ആയിട്ടുണ്ട്. അത്രയും കമ്പനിയാണ്. ഇപ്പോൾ ബെബിൻ ചേട്ടനാണെങ്കിലും ഭയങ്കര സെറ്റാണ്. ഞങ്ങൾ ഒരു ഫാമിലി പോലെ ഉണ്ട് ആ സെറ്റിൽ. എനിക്ക് എന്താ പറയുക, അവിടെ ചെന്ന് പിന്നെ ഞാനൊരു പുറത്തേക്ക് മാറി നിന്നതിൻ്റെ ഒരു വിഷമമോ കാര്യങ്ങളൊന്നും തോന്നാൻ ചേച്ചിയുള്ളതുകൊണ്ടാണ്. എനിക്കെൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ഞാൻ എപ്പോഴും പറയും കാത്തു അമ്മ എന്നാണ് വിളിക്കുക. എനിക്കൊരു ചേച്ചി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അത്രയും ഫീലാട്ടോ. അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ജാടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ഞാനും കുഞ്ഞോട് സംസാരിക്കുന്ന പോലെ തന്നെയാട്ടോ ചേച്ചീനായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ചേച്ചിയുടെ ലൈഫ് തല്ല കാര്യങ്ങൾ ഇരിക്കും, എൻ്റെ ലൈഫ് തല്ല കാര്യം ചേച്ചിക്കാർ. അത്രയും കണക്ഷനാണ് ഞങ്ങൾ. ഇതുപോലെ ചേച്ചി ഇടയ്ക്ക് ചേച്ചി ഫ്രീ ആകുമ്പോഴൊക്കെ ചേച്ചി ഞങ്ങളെ വിളിക്കും. അതേപോലെ കാത്തൂന് ചേച്ചീനെ കാണണം തോന്നുമ്പോൾ ഞങ്ങളും വിളിക്കും കേട്ടോ. ചേച്ചി എത്ര തിരക്കിലാണെങ്കിലും ഷൂട്ടിലാണെങ്കിലും ചേച്ചി ഫോൺ എടുക്കാറുണ്ട്. അതും പറയണമല്ലോ, ചേച്ചി അങ്ങനെ എടുക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. വിളിച്ചാൽ ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. ചേച്ചി ഞങ്ങൾ ഫുഡിന് ഭയങ്കര പ്രിയരാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വല്ല ഫുഡിന് ഞങ്ങൾക്ക് കാണിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വല്ല ഫുഡിന് ചേച്ചി കാണിച്ചു കൊടുക്കും. അങ്ങനെ തന്നെയായിട്ട് ഞങ്ങൾ ഫുൾ ടൈമും. ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ എന്തോരം ചിരിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വർത്താനം പറയണേന്ന്. അതിൻ്റെ ഇടയിൽ ചേച്ചി എന്നോട് വെച്ചാൽ നീ വീഡിയോ എടുക്കണം എന്താ വെച്ചാൽ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി പറയുന്നതാട്ടോ ഇപ്പോൾ കാണാൻ പോകുന്നത്. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ ഉണ്ണിയും അതേപോലെ ചേച്ചിയുടെ അനിയത്തിയുടെ മോളുണ്ട് യാമി, അവളെല്ലാവരും ഉണ്ടായിരുന്നു ഫോണിൽ. ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? നാളെ ചാനൽ ഷൂട്ട് ഉണ്ട്. അപ്പൊ നിറ കണ്ണികളായിട്ട് താഴ്ത്തുണ്ടാവും. ശരി, നാളെ ക്രിസ്മസ് അല്ലേ, നമുക്ക് പോയാൽ മതിയായിരുന്നു. അങ്ങനെ ചേച്ചി ഫോൺ വയ്ക്കുമ്പോൾ എൻ്റെ സബോളയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അങ്ങനെ എല്ലാം ഇട്ട് ഞാൻ നന്നായി മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ.
ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പറയുന്നത് എനിക്കിത് എൻ്റെ ഒരു ചെറിയ യാത്രയുണ്ട്. അതുകൊണ്ട് ഞാൻ രാത്രി 12:30 ഇരുന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മല്ലിപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടില്ല തോന്നുന്നു. അതിൻ്റെ പകരം ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ലാസ്റ്റ് ഇടാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത് ഇളക്കി അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ബീഫ് അങ്ങോട്ട് കൊട്ടി കൊടുക്കാം. ഇനി അത് നന്നായി ഇളക്കി നന്നായി വറ്റി വരണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചു പറഞ്ഞു കേട്ടോ നല്ല ബീഫാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ അപ്പളിക്ക് എന്താ നമ്മളെ കുഞ്ഞനും അച്ചും കുണുക്കനും കുണിക്കും കാത്തൊക്കെ കൂടി വന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന കേട്ടോ. അപ്പം ആദ്യം ചക്കമ്മ കയറി വന്നു. ചക്കമ്മ വന്ന് കുറച്ചേരാകുമ്പോഴേക്കും അങ്ങനെ പിന്നെ ബാക്കി എല്ലാവരും സ്റ്റെപ്പൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ കുണിക്കും തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വന്നിക്കണ്. പിന്നെ ഞാൻ അവനൊക്കെ വേഗം വീട്ടിലേക്ക് കയറ്റിയിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി. കാരണം ചിക്കൻ കറി ആയിട്ടില്ല, ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ വേഗം തന്നെ അടുക്കളയിൽ പോയി. എൻ്റെ കൂടെ കുഞ്ഞനും വന്നു. അങ്ങനെ ബീഫ് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു വലിയ പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന എൻ്റെ പാത്രം വീട്ടിലാണ് അമ്മ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട്. അപ്പോൾ അത് അമ്മോട് ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ബീഫ് ആയതിൻ്റെ ശേഷമാണ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബീഫായിട്ട് അത് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ കറി വയ്ക്കാനുള്ള പണിയിലേക്കായിരുന്നു. ചിക്കൻ കറിയുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിനോട് വർത്തമാനം പറയാൻ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞിനെ വന്നിട്ട് എന്തെങ്കിലും പണിയെടുത്തേ പറ്റുന്നുണ്ട്. കുഞ്ഞ് നടക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങാച്ചാറിനുള്ള മാങ്ങ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ ലിക്വിഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കണം. ജ്യൂസല്ല, എനിക്ക് തോന്നുന്നു മൊജീറ്റോ തോന്നുന്നു, അതുണ്ടാക്കുന്നുണ്ട്. ഏട്ടനിത് എപ്പോഴും ഉള്ള പരിപാടിയാണ്. ഇങ്ങനെ ഒരു ബോട്ടിൽ മേടിച്ച് വയ്ക്കുക, എപ്പോഴും ഇങ്ങനെ മൊജീറ്റോ ഉണ്ടായിട്ട് എനിക്കായാലും കാത്തുനായാലും ഇങ്ങനെ എപ്പോഴും തരും. അപ്പോൾ അത് അച്ചും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ പെബി അടുക്കളയ്ക്ക് വന്നപ്പോൾ അച്ചും കൂടെ വന്നിട്ടുണ്ട്. അവരുണ്ടാലും എപ്പോഴും ഇതേപോലെ തന്നെ കമ്പനി അടിച്ചെടുക്കുക. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും അവർ വൈബ് എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു അടുക്കളയിൽ. ഞങ്ങൾ 4, 5, 6 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞും കളിച്ചും ചെറിച്ചും. അച്ഛനും എത്തിയില്ല കേട്ടോ, പിള്ളേരുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയ്ക്കും അവിടെ എന്തോ കൊറിയർ വരാണ്ടെന്നിട്ട് അവരവിടെ അതും വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങളിരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞും കളിച്ചും. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. അത്രയും ഭയങ്കര ബഹളമായിരുന്നു വീട്ടിൽ. എന്താ പറയുക, അത്ര സൈലൻ്റ് ആയിരുന്നു വീട്. ഭയങ്കര ഓളിയും ബഹളും ചെറിയും കളിയും. അതിനെ പ്രത്യേക രസമായിട്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടുമ്പോൾ ഇതാരും കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ പറയുക. ചേട്ടൻ ഉണ്ടാക്കിയതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിയൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുടിച്ചു. ഞാനും ഏട്ടനും ഒരു ഗ്ലാസ് നട്ട് കുടിച്ചുള്ളൂ. കാരണം ഒന്നാമത്തെ എനിക്ക് വയറില്ല, എന്തോ പണിയെടുക്കുമ്പോൾ വിശക്കാത്ത പോലെ തോന്നുന്നു. അതെനിക്ക് മാത്രമാണോ എന്നറിയില്ല. അങ്ങനെ കറികളെല്ലാം അതിൻ്റെ ശേഷം നാളേക്കുള്ള ബീഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേവിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതും കട്ട് ചെയ്യാൻ കുഞ്ഞും കൂടിയിട്ടാണ്. പിന്നെ ഞാനും കുഞ്ഞിനോട് വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് അമ്മേനെ വിളിക്കുന്നുണ്ട്, എന്താ വരാത്തേ, വായോ എന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടി എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആ ടൈമിൽ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വേണം. വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. പണ്ടൊക്കെ അമ്മ പറയില്ല കൂട്ടുകൂടുമ്പോൾ നല്ല രസമാണ്. എനിക്ക് അപ്പം അത്രയും വലിയ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും നമ്മളെ ഫാമിലി നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ്. നമ്മളെ കാത്തുമ്മ കുഞ്ഞ് അടുക്കളയുള്ളതുകൊണ്ടാണ് കാത്തുമ്മ അവിടെ തട്ടിമുട്ടി നടക്കുന്നത്. പിന്നെ ചക്കമ്മയുടെ കൂടെ പോയി അവളിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ അവൾക്ക് ഞാൻ തന്നെ എപ്പോഴും വേണം. പക്ഷേ ഈ 2 ദിവസം അവൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ കുണിക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ അല്ലെങ്കിൽ അച്ചുവിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നോളും. അങ്ങനെ ഞങ്ങളതൊക്കെ കട്ട് ചെയ്ത് കഴുകിയതിൻ്റെ ശേഷം ബീഫ് കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് ബീഫ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മളിടാൻ പോകുന്നത് മുളകും പൊടി കേട്ടോ. അതൊക്കെ നിങ്ങളെ അളവ് പോലെ ഞങ്ങൾക്ക് നല്ലോണം എരി ആവശ്യമുള്ളതുകൊണ്ട് മുളകും പൊടി അത്യാവശ്യത്തിന് ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെന്താ കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കും. അതും കൂടി ഒഴിച്ചിട്ട് നന്നായി നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. അതേപോലെ തന്നെ വേപ്പിലും വെളിച്ചെണ്ണയും ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായി മിക്സ് ആക്കുക. അതൊന്ന് മിക്സായി സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇടണം. ഞാൻ മല്ലിപ്പൊടി ഇടാൻ മറന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഞാൻ മറന്നതാണ്. പിന്നെ നേരെ വെള്ളമൊന്നും ഒഴിക്കാതെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്.
ഇനി എൻ്റെ അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. അപ്പോൾ അതാ ഞാൻ അവിടെ ഓരോന്നെടുത്തൊക്കെ മാറ്റി വയ്ക്കുമ്പോഴാണ് കാത്തുമുണ്ട ചോറിൻ്റെ ബാക്കി കണ്ടത്. പിന്നെ അത് കളയണ്ടല്ലോ വെച്ചിട്ട് അത് ഞാൻ എടുത്ത് കഴിച്ചു. പിന്നെ പാത്രങ്ങൾ കഴുകലായി, അടുക്കള തുടയ്ക്കലായി. ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ആകെ ഒരു 4-5 മിനിറ്റത്തെ പരിപാടിയാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പോലെ ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ അടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർ തമ്മിലുള്ള തല്ലൂട്ടം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ പണികൾ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഉരച്ച് കഴുകി ക്ലീൻ ആക്കുന്നുണ്ട്. ഇതെൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇങ്ങനെ അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കും. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടൂ. എൻ്റെ അടുക്കള എന്ന് പറയുമ്പോൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് ഞാൻ എത്ര പയ്യെങ്കിലും ഞാൻ അത് തുടച്ചിട്ട് ഞാൻ ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ചെമ്മിലും എല്ലാം തുടച്ച് ഉരച്ച് കഴുകുന്നുണ്ട്. ഇറച്ചി മീനൊക്കെ ആകുമ്പോഴേ സ്മെല്ലിക്കും വീട്ടിൽ. ഇങ്ങനെ നന്നായി സോപ്പിട്ട് കഴുകി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ആ മണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. കൂടെ കുഞ്ഞനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞനും ഒപ്പം നിന്ന് ഓരോന്ന് ചെയ്ത് തരുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് ചല്ലാത്തതുകൊണ്ട് കേട്ടോ ഈ വേപ്പില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വയ്ക്കുന്നത്. ഫ്രിഡ്ജിൽ കേക്കുകളുണ്ട്, ഒരു 3 കേക്കും കാര്യങ്ങളും ഇരിക്കുന്നതുകൊണ്ട് തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് അതിൻ്റെ അടുക്കളയത്തെ ഫുൾ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുക്കള ഫുള്ളും തുടച്ച് ക്ലീൻ ആക്കുമ്പോഴേക്കും നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ എത്തി. അപ്പോൾ അവർ വരുമ്പോൾ പാവ ഓടുന്നുണ്ടായിരുന്നു. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 പിള്ളേരും കൂടി പോയിക്കുന്നത്. കാത്തുമ്മനെ നോക്കാൻ കുഞ്ഞിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ അച്ഛൻ നമുക്ക് നടന്നു വരുന്നുണ്ട്. അങ്ങനെ കുണുക്കനും കുണുക്കിയും കൂടിയിട്ട് പിന്നെ ഡാൻസ് കളി. പിന്നെ അതൊരു വൈബ് തന്നെയായിരുന്നു മൊത്തത്തിൽ. ചേട്ടനും അനിയനും പിള്ളേരും കുഞ്ഞനും ഞാനൊക്കെ ഡാൻസ് കളിച്ചു. പക്ഷെ ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അമ്മയുടെ വ്ളോഗിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതാ ഭയങ്കര ഡാൻസ് കളി. ഏതൊക്കെ പാട്ടെന്ന് എനിക്ക് പോലും അറിയില്ല. പുതിയ പാട്ടുകളൊക്കെ വെച്ചിട്ടായിരുന്നു ഫുൾ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഡാൻസ് കളിയെല്ലാം കഴിഞ്ഞ് ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ റിജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവനൊക്കെ എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും നല്ല ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡ് കഴിച്ച് കിടക്കുക എന്നുള്ള പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ചിന്തയെ പോയിട്ടില്ല. അത്രയും ക്ഷീണമായി ഉണ്ടായിരുന്നു. ഇനി നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ടേ എന്നുള്ള വിചാരത്തിൽ. പക്ഷേ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ് ലൂഡോ ഒക്കെ കളിച്ച് കിടക്കുമ്പോൾ 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. അതുവരയ്ക്ക് ഞങ്ങൾ ഉറങ്ങാം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഫുഡെല്ലാം കഴിച്ച് അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയി, റെജോ പോയി. പിന്നെ ഞങ്ങൾ കാത്തും ഉറങ്ങി, കുണുക്കനെ അച്ഛനമ്മയുടെ കൂടെ പോയി. പിന്നെ ഞങ്ങൾ 4 ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ബാൽക്കണിയിലിരുന്ന് ലൂഡോ ഒക്കെ കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ അങ്ങനെ ഞാനിപ്പോൾ മാത്രമല്ല ഇപ്പോൾ ബാൽക്കണിയിൽ പോയിരിക്കുക, സിറ്റ് ഔട്ടിൽ പോയിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവർ വന്നതിന് ശേഷം ഞങ്ങൾ കുറേ ടൈം സിറ്റ് ഔട്ടിലായാലും ബാൽക്കണിയിലൊക്കെ പോയിരിക്കും കേട്ടോ. അവിടേക്ക് ഇരുന്ന് വർത്താനം പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തിരക്കുള്ളൂ. നാളെ നമ്മൾ ക്രിസ്മസിൻ്റെ വീഡിയോ ആയിട്ട് വരും. ബൈ.